അപ്പോൾ ഈ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ചക്രം എന്ന് പറയുന്നത് ഈ മണിപ്പൂര ചക്രമാണ്. ഈ മണിപ്പൂര ചക്രം താണ്ടുന്ന സ്ഥലം അത് നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻ ആവശ്യം. നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ റിഫൈൻ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ അവിടെ താണ്ടിപ്പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ ബോഡിയിലെ ഹീറ്റൊക്കെ ജഠരാഗ്നി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഈ ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ഏരിയ ഓഫ് ദ ഡൈജസ്റ്റീവ് ഫയർ ആക്ച്വലി. അപ്പോൾ ഇത് ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം അത് പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റിൽഡ് അല്ല, നമ്മൾ പ്രോപ്പറായിട്ടല്ല സ്റ്റിമുലേറ്റ് ചെയ്തെങ്കിൽ ഈ പറയുന്ന ഫയറിൻ്റെ സീറ്റാണ് അത് ചിലപ്പം ഏതെങ്കിലും ചാനലിൽ കൂടെ ഇത് മുകളിലോട്ട് പോകും. എന്നുവെച്ചാൽ ചിലപ്പോൾ അത് മൈൻഡിൻ്റെ തലത്തിലേക്ക് പോയി മൈൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അങ്ങനെയാണ്, അല്ല ചാനലിനകത്തൂടെ കയറി പോകുന്നതല്ല അത്. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ എടുക്കുക. അപ്പം ഈ മണിപ്പൂര ചക്രം ഈ ഇട എന്ന് പറയുമ്പോൾ മെൻ്റൽ ചാനലാണ്, പിങ്കള എന്ന് പറയുമ്പോൾ വൈറ്റൽ ചാനലാണ്. അപ്പം മെൻ്റൽ ചാനലിൽ കൂടെ ഈ സംഗതി കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മെൻ്റലായിട്ട് വർക്ക് ചെയ്യും കുറച്ച് ദിവസം. ഇതാണ് പ്രശ്നം. ഭയങ്കരമായിട്ട് ഹലൂസിനേറ്റഡ് ആയിപ്പോകും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഹോൾ ലൈഫ് ഫോഴ്സ് ആ ചാനലിൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കുണ്ടലിനി യോഗത്തിൻ്റെ പ്രാക്ടീസിൽ നമ്മൾ ഈ ഇടയും പിങ്കളയും ബാലൻസ് ചെയ്യേണ്ടത് അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ ബാലൻസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇറ്റ് റിക്വയർസ് സം ടൈം. കാരണം നമ്മൾ വി ആർ വെരി മച്ച് യൂസ്ഡ് ടു ആക്ച്വലി ഐദർ തിങ്ക് എ ലോട്ട് ഓർ ഇമോഷണലി സ്റ്റേ സം ടൈം, and then sometimes we get stuck in the rational questions and also on the physical side. അപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുമല്ലോ ചിലപ്പോൾ. പിന്നെ ബേസിക് നേച്ചറേ അങ്ങനെയാണ്. ചില ആളുകൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ചില ആളുകൾ മെൻ്റലി ഹൈപ്പർ ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സമത്തിൽ കൊണ്ടുവരണം, ഒരു ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്മൂത്തായിട്ട് നമ്മുടെ ഈ മെയിൻ ചാനൽ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കുകയുള്ളൂ. ആ ചാനൽ ഓപ്പണായി കിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഒരു ക്ലോസ് ചെയ്തിരിക്കുക ഒരു പൈപ്പിൽ തന്നെ അകത്ത് എന്തെങ്കിലും അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളായിട്ട് വെള്ളം അടിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഫോഴ്സിൽ ചീറ്റി അടിക്കുമല്ലോ, ഇങ്ങനെ അമക്കിയാൽ മതിയല്ലോ. അതുപോലെയാണിത്. അപ്പോൾ ഈ മെൻ്റൽ ചാനൽ എന്ന് പറയുന്നത് മൈൻഡിനെ ട്രിഗർ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ കൺട്രോൾ ഏരിയയിൽ നിന്നാണ് അത് പോണത്. തോട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറിയാണ്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ബാലൻസ് അല്ലാതെ നിൽക്കുകയാണെങ്കിൽ എനർജി അങ്ങോട്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഈ മൈൻഡ് ഭയങ്കരമായിട്ട് അങ്ങ് വർക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 10-15 തോട്ട് മാക്സിമം വരുന്ന നമുക്ക് ചിലപ്പം അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഭയങ്കര റഷ് ചെയ്ത് കയറി വരും. ആ റഷ് ചെയ്ത് കയറി വരുമ്പോൾ ഓരോ തോട്ടിനും ഇടയ്ക്കുള്ളൊരു ചെറിയ ഗ്യാപ്പുണ്ടല്ലോ, ആ ഗ്യാപ്പൊന്നും അവിടെ ഒന്നും കാണത്തില്ല. ഇത് പടപടാ ഇങ്ങനെ ഈ മാരായിട്ട് വരുന്നവർക്കുള്ള പ്രശ്നം ഇതാണ്. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യത്തിൽ നിന്നും അടുത്ത കാര്യത്തിൽ കണക്ഷനില്ലാതെ ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഒരാൾ സംസാരിച്ച് അയാൾക്ക് ഭ്രാന്താണെന്ന് നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് പറയുമല്ലോ, അല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അവിടെ പോയിക്കൊണ്ടിരുന്നില്ല, അവിടെ കടലുണ്ട് പക്ഷേ ആകാശമാണല്ലോ, ആകാശവും കടലിൽ കൂടെ ഇപ്പം മനസ്സിലായില്ലേ, കാള അതുവഴി പോണത് കണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരും. ഈ വരുന്ന ഇംപ്രഷൻസ് എല്ലാം വെർബലായിട്ട് വെളിയിൽ വരും. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ആളുകൾ അപ്പം തന്നെ പറയുമല്ലോ ക്ലിയായി, പ്രശ്നമായി കഴിഞ്ഞു എന്ന് മനസ്സിലാകുകയും ചെയ്യും. അതൊരിക്കൽ ആ പേരങ്ങ് വീണ് കഴിഞ്ഞാൽ ആ കണ്ണിലാണ് പിന്നെ സൊസൈറ്റി നമ്മളെ നോക്കുന്നത്. ആൾ സൂക്ഷിച്ച് നിൽക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. അപ്പോൾ ആ ബാക്കിയുള്ളത് അവർ നോക്കിക്കോളൂ. എങ്ങനെയാണ് ബാക്കിയും കൂടെ ശരിയാക്കി തരേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും സസ്പീഷ്യസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് വട്ടായി. എല്ലാവരും അങ്ങനെ നോക്കുന്നത്, വീട്ടിനകത്തുള്ളവർ അങ്ങനെ തന്നെ നോക്കും. ആദ്യം ഇവൻ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നോക്കും. അപ്പോഴാണ് നമ്മളിതൊക്കെ പറയുന്നത്. ഒരു കണക്ഷൻ ഇല്ലാതെ പറയും. എന്നുവെച്ചാൽ കണക്ഷൻ ഇല്ലാതെ പറയുന്നതല്ല, നല്ല കണക്ഷൻ അകത്ത് കിടപ്പുണ്ട്. അകത്ത് കണ്ടില്ലേ, അതായത് പർവ്വതം മറ്റേ ഹിമാലയത്താണ് ഗംഗ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ നമുക്കില്ല. ആക്ച്വലി കണക്ഷൻ ഉണ്ട്. ഗംഗ അറബിക്കടല്ലേ. ആ ബേ ഓഫ് ബംഗാൾ എന്തോ തരാം, മത്സ്യം തിമിംഗലം ഇങ്ങനെ പോകും. ഇത് നമുക്ക് കുറച്ച് വളട്ടുള്ളതുകൊണ്ട് ഇയാൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ സാധാരണക്കാർക്ക് ഇത് മനസ്സിലായി ഇയാൾ എന്തായി പറയണമെന്ന്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ കുറച്ചാളായി നിന്നപ്പോഴത്തേക്ക് അയാൾ ഒരു ദിവസം രാവിലെ വന്നു. ശരിക്കും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. രാവിലെ വന്നപ്പോഴത്തേക്ക് ഇയാൾ വളരെ സെയിനായിട്ടുള്ള ഒരാളാണ്, ഭയങ്കര കലാകാരനുമൊക്കെയാണ്. അപ്പോൾ കാലിൽ ഷൂസിൻ്റെ ചെരുപ്പിൻ്റെ മുകളിൽ തുണി കംപ്ലീറ്റ് ചുറ്റി കെട്ടിയിരിക്കുന്നത്. പുറപ്പം കണ്ടെടുത്ത് കാലിൽ ചുറ്റിയിട്ടുണ്ട്, ഒരു കാലിൽ, മറ്റേ കാലിൽ തോർത്തെന്തോന്ന് ചുറ്റിയിട്ടുണ്ട്.
തണുപ്പൊന്നും ഭയങ്കര തണുപ്പ്. രാവിലെ 8 മണിക്ക് ഓട്ടോറിക്ഷയിൽ നിന്ന് നമ്മുടെ വീട്ടിലിറങ്ങി. അവൻ തലയിലൊരു കെട്ടുമുണ്ട്, സ്വെറ്ററും ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലൈമറ്റിൽ സ്വെറ്ററൊക്കെ ഇട്ട് തലയിലൊരു കെട്ടും കെട്ടിയിട്ടുണ്ട്. നേരെ വന്നിറങ്ങി അകത്തോട്ട് ഇറങ്ങി ഒന്ന് കയറി നേരെ പൂജാമുറിക്കകത്ത് കയറിപ്പോയി. അപ്പോൾ നമ്മുടെ പൂജാമുറി ഇരിക്കുന്ന അങ്ങ് എവിടെ അടുക്കളയും അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പൂജാമുറി, ഇതിനിടയ്ക്ക് ഡൈനിങ് റൂമാണ്. അപ്പോൾ നേരെ അങ്ങ് പൂജാമുറിക്കകത്ത് ഇറങ്ങി. ഈ മറ്റേ ഡൈനിങ് സ്ഥലത്ത് അടുക്കളയിലൊക്കെ പെണ്ണുങ്ങൾ നിൽക്കുകയല്ലേ, ഇവരൊക്കെ തന്നെ ആളുകൾ. നേരെ അപ്പം അടുക്കളയുടെ ഭാഗത്തോട്ട് ഇയാൾ ഇളകി വരുന്ന കാണുമ്പോഴത്തേക്ക് ഇയാൾ എന്ത് ചെയ്യുമെന്നുള്ള അറിഞ്ഞൂടല്ലോ. ഇയാൾ പൂജാമുറിക്കകത്ത് കയറി അങ്ങ് ഒതുക്കി തുടങ്ങി. കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കണ്ടേ, ക്ലെൻലിനെസ് അല്ലേ ഇതിൻ്റെ സംഭവം. അയാളങ്ങ് പൂജാമുറിയും ഒതുക്കാൻ തുടങ്ങി. ഒതുക്കിയൊക്കെ ഭയങ്കര കൺട്രോളിലൊക്കെ എടുത്ത് ഉടനെ തന്നെ പോയി പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇയാളകത്തോട്ട് വരുമ്പോൾ അവിടെ അന്ന് ഒരുപാട് പെണ്ണുങ്ങളുള്ള സമയമാണ്, എല്ലാവരുടെയും ഭാര്യമാരുണ്ട് അവിടെ. ഇവരെല്ലാം പേടിച്ചു പോയി. ഇയാൾ ഇങ്ങനെ നിന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്കൊരു പിടിയില്ല. ഇയാൾ ചിലപ്പോൾ വയലൻ്റ് ആവുമോ, വയലൻ്റ് അല്ല ഇളപ്പം. അപ്പം എല്ലാവർക്കും മനസ്സിലായി ഇയാൾ ഇളകി നിൽക്കുകയാണെന്നുള്ളത്. അതുകൊണ്ട് 3 ദിവസം എല്ലാവരും സഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പേടി, അടുക്കളയിൽ നിൽക്കാൻ തന്നെ പേടിയാണ്. ഇയാൾ ഒരു ഭ്രാന്തനകത്തിരിക്കുകയല്ലേ. ഇയാൾ മറ്റേ പൂജയും ധ്യാനമൊക്കെ ആയിട്ട് നടന്നിരിക്കും. അവസാനം നോക്കിയപ്പോൾ ഒരു നിവൃത്തിയില്ല. അപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, കുഴപ്പമൊന്നും ചെയ്യുന്നില്ല. ഭ്രാന്ത് നമുക്കായി, അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. ആ വീട്ടിലുള്ള എല്ലാവരും ഭ്രാന്തരായി. കുറച്ച് നേരം കൊണ്ട് 3 ദിവസം കൊണ്ട് എല്ലാത്തിനും വട്ടുപിടിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇയാൾ പറഞ്ഞാൽ പറ്റുള്ളൂ, നമ്മൾ കൂട്ടുകാരനുമാണ്. അപ്പോൾ എപ്പോൾ വന്നാലും നമ്മളെ വീട്ടിൽ തന്നെ വീട്ടിലെ മെമ്പറായിട്ടിരിക്കുക, എന്തെങ്കിലും പറഞ്ഞ് ഇയാളെ അയക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇയാൾ നടയിലത്തെ പോർട്ടിക്കോയിൽ ഇരിക്കുക, അവിടെ തന്നെയാണ് മിക്കവാറും കിടക്കണതൊക്കെ, അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചു, അപ്പോൾ നമുക്കൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കാലിലൊരു കെട്ട് കെട്ടി. കാലിൽ ടവലം കണ്ടെടുത്ത് കെട്ടി, തലയിലൊക്കെ കെട്ടി. ഞാൻ ഏതാണ്ട് അതുപോലെ ആയി. ഞാൻ നേരെ മുൻവശത്തെ മുറിയിലേക്ക് കയറി വന്ന് അയാൾ നോക്കി, സർപ്രൈസ് എന്ത് പറ്റി എന്നൊരു ചെറിയൊരു സംശയം. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു അല്ല അത്. അപ്പോൾ ഇയാൾ അടുത്തോട്ട് വരുമ്പോൾ ഇയാൾ ഇത് ഭയങ്കരമായിട്ട് ഈ ഇളകി നിൽക്കുന്ന സമയത്ത് ഭയങ്കര ദുർഗന്ധമാണ്, വയറ്റിൽ നിന്ന് വരുന്ന ഒരു ദുർഗന്ധം വായി കൂടെ വരിക. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഈ ടൈം ഡയമെൻഷനും സ്പേസ് ഡയമെൻഷനൊക്കെ തെറ്റി കിടക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണ നിൽക്കുന്ന സ്പേസിൽ അവർ കംഫർട്ടബിൾ ആകുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വരണം. ഈ നിൽക്കുന്ന ഈ ഒരു 3 അടിക്ക് അപ്പുറം നിന്നാൽ നമുക്ക് കുഴപ്പമില്ല, ഇയാളെ കാണാമൊക്കെ ചെയ്യാം. ആ റേഞ്ചിൽ ഇവർക്ക് കംഫർട്ടബിൾ ആവില്ല, കുറേ കൂടെ ക്ലോസ് ആയിട്ടാണ് വരും. അപ്പോൾ ഞാൻ അവിടെ കസേര ഇരുന്നപ്പോൾ ഇയാളിങ്ങ് വന്ന് ക്ലോസ് ആയിട്ട് വന്നു. അപ്പോൾ ഭയങ്കര ദുർഗന്ധമാണ്. അപ്പോൾ അത് കാരണം ശ്വാസം പിടിക്കാൻ നോക്കില്ല. അപ്പോൾ എനിക്കറിയാം ഇങ്ങനെ വരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്ത്, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇത്രയും സ്പേസ് ഞാൻ സേവ് ചെയ്ത്, ഇത്രയും സ്പേസ് കസേരയിൽ കാലൊക്കെ ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിന്ന്. എങ്കിലും അൺകംഫർട്ടബിൾ ആവുകയാണ്, കാരണം അയാളുടെ സ്പേസിൽ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങി അറബിക്കടലിൻ്റെ കാര്യം, ഗംഗയുടെ കാര്യം, ഹിമാലയത്തിൻ്റെ കാര്യം, അറബിക്കടൽ, മറ്റേ ഇന്ത്യൻ മഹാസമുദ്രം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാനെല്ലാം കുറേ കേട്ടോണ്ട് വളരെ പേഷ്യൻ്റായിട്ട് കേൾക്കണമല്ലോ ഇവർ പറയണതെല്ലാം. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇയാൾ പറയണത് എന്താണ്. ഈ കണക്ഷൻ മാത്രമേ ഇല്ല, അത്രേ ഉള്ളൂ. ഈ കണക്ഷൻ കൂടെ ഒരു ആൻറ്റൊക്കെ ഇട്ട് കാമയൊക്കെ ഇട്ട് കൊടുത്താൽ ഇതൊക്കെ മനസ്സിലാവും. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയാൻ തുടങ്ങി. ഇങ്ങനെ അതിപ്പോൾ എന്താണ് കാര്യം, നമ്മളീ പറയുന്ന ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയൊന്നുമില്ല, അത് ശ്രീ പരമേശ്വരൻ്റെ സംഭവം, അത് ഇങ്ങനെ ഇതല്ല, ഗണപതി സുബ്രഹ്മണ്യം, അത് അങ്ങനെ അവിടെ മയിൽ പറന്നാൽ വല്ല രക്ഷയുണ്ടോ. അപ്പോൾ ഇതേപോലെ ഞാനങ്ങ് പറയാൻ തുടങ്ങി. ഇങ്ങനെ ഈ കണക്ഷൻ ഇപ്പം ഞാൻ പറയണത് എല്ലാം കറക്റ്റ് അയൊക്കെ മനസ്സിലാവുന്നുണ്ട്. സുബ്രഹ്മണ്യൻ, ഗണപതി, മയിൽ എല്ലാം പറയുന്നുണ്ട്, ഹിമാലയം, ഗംഗ, മറ്റേ തിമിംഗല എല്ലാം ഞാനും പറയുന്നുണ്ട്. ഞാൻ കുറേ നേരം പറഞ്ഞെടുത്തപ്പോൾ ഇയാൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് അയാൾ പാക്കറ്റ് കൈയിട്ടൊരു കവറെടുത്ത്, എന്നിട്ട് തുറന്ന് അയക്കെ കഴിക്കാൻ ഡോക്ടർ കൊടുത്ത ഗുളിക എടുത്ത് തന്ന് ചേട്ട ഇത് കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ മനസ്സിലായി നമ്മൾ വലിയ കൂട്ടാണെന്ന്, നമ്മൾ ഒരേ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞ നമ്മളെ വീട്ടിൽ അമ്മ മാത്രമല്ലേ ഉള്ളൂ,
അമ്മ എന്ന് വെച്ചാൽ പാർവതി ഇല്ലേ, ശക്തി, ശിവൻ. അപ്പോൾ കണക്ഷൻ മാത്രമില്ലാതെ ഞാനും സംസാരിക്കുകയാണ്. പാർവതി അമ്മ, പാർവതി അർദ്ധനാരീശ്വരനില്ല, അച്ഛനില്ലല്ലോ, പിന്നെ അവിടെ ഉള്ളത് ഹരിയല്ലേ, ഹരി ഇവിടെ ഇരുന്നാൽ എന്ത് ചെയ്യും? അമ്മയല്ലേ സർവ്വതം, ജഗദംബ. അങ്ങനെയൊക്കെ ഞാനെല്ലാം കണക്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ശരിയാണ്, ജഗദമ്പയുടെ കാര്യമാണ്, വീട്ടിലിരിക്കുകയില്ല ജഗദമ്പ. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, ഹരി ഒരു കാര്യം ചെയ്യും, നമുക്ക് വീട്ടിൽ പോയി അമ്മയെ കാണണ്ടേ, അമ്മ തനിച്ചല്ലേ അവിടെ. ശരിയാണ്, എന്നാൽ ഞാൻ പോട്ടെ ചേട്ടാന്ന്. എന്നാൽ ഞാൻ പോട്ടെ ചേട്ടാന്ന്. ശരി, എന്നാൽ പോണം. ആട്ടോഷ വിളിച്ച് ഹരി അപ്പോഴേ പോയി. ഇത്രയേ ഉള്ളൂ ഈ ഭ്രാന്തിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരാൾ ട്രസ്റ്റിനെടുക്കാൻ ലോകത്തുണ്ടെങ്കിൽ ഭ്രാന്ത് വരില്ല. ന്യൂറൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ല ശരിക്കും പറഞ്ഞാൽ ബ്രെയിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വരുന്നത് ഡിസീസ് അല്ലാതെ ബാക്കി സ്ട്രെസ് കൊണ്ടൊക്കെ വരുന്നതിന് ആരെങ്കിലും ഒരാൾ ഈ ലോകത്ത് നമുക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ, നമുക്ക് മനസ്സിലാകുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഒഴിവാക്കാവുന്ന പ്രശ്നമാണ് പലപ്പോഴും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ ഈ കണക്ഷൻ വിട്ടിട്ട് ചിലപ്പം ഇങ്ങനെ ഇറങ്ങും. പറയണതൊക്കെ കറക്റ്റായിരിക്കും, ഇത് മനസ്സിലാകുന്നത് ആർക്കും മനസ്സിലാവില്ല, എല്ലാവരും ഭയന്നു പോകും. അപ്പോൾ ഇത് മനസ്സിലാകുന്ന ഭ്രാന്ത ഒരുത്തം വേറെ ഉണ്ട്. അതാരാണെന്നറിയാം? ഈ ഗുരു. അങ്ങർക്ക് മാത്രമേ ഈ ഭ്രാന്ത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അങ്ങരുടെ കയ്യിൽ ഇത് നിൽക്കും, സത്യം ഇങ്ങനെ പറക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കണക്ഷൻ വിട്ടു പോകുന്ന ചില ഏറിയാണ് അത് വരുന്ന. എങ്ങനെയെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമുക്കുള്ള ഒരു കാംനെസ് ഇല്ലാത്ത സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ട്രിഗർ ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ ആ സ്ട്രെസ്സിനെ നമ്മൾ ഈ പ്രാക്ടീസ് കൊണ്ട് അതിജീവിക്കാം എന്ന് വിചാരിക്കും. അത് പറ്റാത്ത കാര്യമാണ്. ഈ സ്ട്രെസ്സുള്ള സമയത്തല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത് ബേസിക്കായിട്ട്. അതുകൊണ്ടാണല്ലോ യമം, നിയമമാസനം, പ്രാണായാമം, പ്രത്യാഹാരമൊക്കെ ചെയ്തിട്ട് പിന്നെ ധാരണവും ധ്യാനം പിന്നെയാണ് വരുന്നത്. അതിനു മുമ്പ് പ്രശ്നം വരുമ്പോൾ ഉടനെ ധ്യാനത്തിൽ കൂടെ ഇപ്പോൾ പിടിച്ചെടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ബാലൻസിന് പോകും. അധിക ദിവസത്തേക്കൊന്നും ആ ബാലൻസ് പോകില്ല, പേടിക്കണ്ട. ഒരു ശകലം ഈ 2-3 ദിവസത്തിനകത്ത് തീരുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടായി തുടങ്ങുന്ന സമയത്ത് ചൂടുവെള്ളം കുടിക്കണം. ഇതാണ് മരുന്ന് കേട്ടോ. ഞാൻ ഇത് വീണ്ടും പറയണമെന്ന് വെച്ചാൽ ഇതാണ് മരുന്ന്, വേറെ ഒരു മരുന്നുമില്ല. ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്ന ഈ ഈ ഈ പുഷുണ്ടല്ലോ, ഈ വെപ്രാളം, അത് വരില്ല. അത് വരാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം എന്ന് വെച്ചാൽ പാനിക്, സ്ട്രെസ്സ് വന്ന് പാനിക്ഡ് ആകുമ്പോഴത്തേക്ക് ഡയഫ്രം ലോക്കാവും. ഡയഫ്രം താന്നെങ്കിലേ ശ്വാസം വലിക്കാൻ നോക്കുള്ളൂ. ഡയഫ്രം താന്ന് തരത്തില്ല, ഇതങ്ങ് ലോക്കായിപ്പോയി, ഇൻ്റർകോസ്റ്റൽ മസിലൊക്കെ സ്റ്റിഫായിപ്പോയി. എന്ന് വരുമ്പോൾ ഡയഫ്രത്തിന് താഴാൻ നോക്കില്ല. ഡയഫ്രം താന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ വോളിയം, അത് കൂടുതൽ വോളിയം അവിടെ ഉണ്ടാവില്ല. ഉണ്ടായില്ലെങ്കിൽ അവിടുത്തെ എയർ പ്രഷർ മാറില്ല. ആ എയർ പ്രഷർ മാറാതെ നിൽക്കുകയാണെങ്കിൽ പുതിയ ശ്വാസം പുറത്തുനിന്ന് അകത്ത് കയറില്ല. അപ്പം വെമ്മിഷ്ടം വരും, വെപ്രാളം വരും, ശ്വാസം വലിക്കാൻ വയ്യാന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിച്ച് നോക്കുക, എന്നാലും ഒന്നും നടക്കില്ല. കാരണം ഇത് സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിനകത്തോട്ട് പ്രവേശിക്കാൻ നമുക്ക് വേറെ ഒരു സാധനമില്ല. ഇപ്പോൾ വൈദ്യരുടെ കയ്യിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ മറ്റേ തോർത്തിരിപ്പുണ്ട്, ആ തോർത്തിട്ട് കഴുത്തിൽ കെട്ടി ഒരു പൊക്ക് വെക്കുമ്പോഴത്തേക്ക് ഈ കാര്യം കറക്റ്റായിട്ട് മാറും. പക്ഷേ ഇതെല്ലാവർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എക്സ്റ്റേണൽ സപ്പോർട്ട് നമുക്കില്ലാതിരിക്കുക, നമ്മൾ തനിച്ചല്ലേ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം എടുത്ത് വെച്ചോളാം. ചൂടുവെള്ളം എപ്പോഴും ഫ്ലാസ്കിനകത്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് വട്ടമുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇത് എപ്പോൾ ഇളകുമെന്ന് അറിഞ്ഞൂടല്ലോ, അപ്പം കുടിക്കാനാണ്. ഇത് തന്നെയാണ് എല്ലാ സ്വാമിമാരും ചെയ്തിരുന്നത്. അതുകൊണ്ടല്ലേ ഈ തണുപ്പ് തണുപ്പിനകത്ത് കുറച്ചൊരു പാട്ടെടുത്ത് വെയിലത്ത് വെച്ചിട്ട് അടുത്തിരിക്കുകയില്ലേ. കമണ്ടലു 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ക്യൂർ ചെയ്യുന്നത്. ഒന്ന്, കമണ്ടലുവിലിരിക്കുന്ന ബോഡി ടെമ്പറേച്ചറിൻ്റെ എങ്കിലും ചൂട്, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ചൂടുള്ള വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം ഇങ്ങനെ അകത്തൂടെ പോകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ പതുക്കെ ഡയലേറ്റ് ചെയ്യാൻ തുടങ്ങി, സ്റ്റിഫ്നെസ് അങ്ങ് മാറിയിട്ട് ഇവിടെ ഇൻ്റർകോസ്റ്റൽ മസിലിലൊക്കെ ചെറിയ ചൂടടിക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ഡയലേറ്റ് ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്കും ഡയഫ്രം താഴ്ന്നു വരും. അപ്പോൾ പിന്നെ അത് സ്ട്രെസ് മൗണ്ട് ചെയ്യാൻ നോക്കില്ല. അപ്പോൾ അവിടെ നിൽക്കും അത്.
അപ്പോൾ അതുകൊണ്ടാണ് ചൂടുവെള്ളമാണ് നമ്മുടെ ഏറ്റവും വലിയ യോഗയുടെ മരുന്ന്. അതുകൊണ്ട് ഒരു ഫ്ലാസ്കം കൊണ്ട് നടന്നോളുക. ഫ്ലാസ്ക് കണ്ട് ആൾ വരുന്ന എവിടെ നിന്നെന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാവും. അദ്ദേഹം സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിലാണ് എന്നങ്ങനെ മനസ്സിലാവും. അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ചുറ്റിയൽ, മറ്റേ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചുറ്റിയൽ വെച്ചുകൊണ്ട് നടക്കുമല്ലോ, കമണ്ടലും യോഗദണ്ഡും. ഇപ്പോൾ ഈ യോഗദണ്ഡ് ഒരേ കയ്യിലല്ല വയ്ക്കുക. അപ്പോൾ ഇപ്പം മെൻ്റലി നമ്മൾ ഭയങ്കര ആക്റ്റീവായി കിടക്കുകയാണ്. ഈ പറഞ്ഞ പോലെ പടപടാന്ന് തോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതേ ഉള്ളൂ സംഭവം. തോട്ട്സ് ഒരു ഓറിയൻറ്റേഷൻ ഇല്ലാതെ വരുന്ന തോട്ടെല്ലാം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്കുള്ള ചെറിയൊരു സ്പേസ് ഉണ്ടല്ലോ, സമാനപ്പെടാനുള്ള സ്പേസ് അവിടെ കിട്ടത്തില്ല. അങ്ങനെ ചിലപ്പോൾ ചില പീരീഡ്സിൽ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റാതെ വരുമല്ലോ, തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ തോട്ടിനെ നിൽക്കുന്നതാണ്, ഇതാണ് നമ്മൾ ഈ പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്ന ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത്. പല ഏരിയയിൽ നിന്ന് തോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സന്ദർഭത്തിൽ ആണ് ഇത് ഇപ്പോൾ കയ്യിൽ വെച്ച് ഈ സാധനത്തിനെടുത്ത് അങ്ങ് പിടിപ്പിക്കും. അപ്പോൾ ഇടത്തെ കയ്യിൽ വെച്ച് പിടിപ്പിച്ചാൽ ഇടത്തെ നോസ്ട്രിൽ ഓണാകും, വലത്തെ കയ്യിലോട്ട് എടുത്ത് പിടിപ്പിച്ചാൽ വലത്തെ നോസ്ട്രിൽ ഓണാകും. അപ്പോൾ ഇപ്പോൾ കയറി നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് അവിടെയാണ്. ഇപ്പോൾ മെൻ്റൽ ചാനലാണ് ഇപ്പോൾ ആക്റ്റീവായിരിക്കുന്നതെങ്കിൽ തോട്ട് ഇങ്ങനെ പടപടാ കയറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ചൂടുവെള്ളം കുടിച്ച് റിലാക്സ് ചെയ്യുന്നു, വലത്തെ കയ്യിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ വൈറ്റൽ ചാനൽ ഓണായി കിട്ടുമ്പോൾ പിന്നെ ആ മൈൻഡിനെ വലിയ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ സെറ്റിൽ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ചുറ്റിയിൽ വാങ്ങണം. ഒരു കൗണ്ടലും ഒരു യോഗദണ്ഡും കൂടെ കൊണ്ട് നടന്നാൽ നമുക്ക് നമ്മുടെ സർക്കാരിന് വലിയ ഹാപ്പി ആയിരിക്കും. കാരണം എല്ലാവരും ഇപ്പോൾ കൗണ്ടലും യോഗദണ്ഡുമായിട്ട് നടക്കാം. നമ്മൾ ലോകം മാറിയല്ലോ എന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യവും സമാധാനമൊക്കെ അവർ തരും. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ടൂള്. അപ്പോൾ ഇങ്ങനെ ഇത് മാറ്റണം, ഇത് ഓർമ്മയിലിരുന്നോളണം. അപ്പം വടിയെടുക്കുക, വയ്ക്കുക, കായ് അങ്ങ് പൊക്കി വെച്ച് കൊടുക്കുക, അങ്ങോട്ടങ്ങ് മാറും. ഇനി ചിലപ്പം വളരെ ഇതിൻ്റെ മറ്റേ സൈഡിൽ കൂടെയാണ് കയറുന്നതെങ്കിൽ, ഇപ്പോൾ പിങ്കളയിലൂടെയാണ് ഈ ഫോഴ്സ് കയറുന്നതെങ്കിൽ ആ സന്ദർഭത്തിൽ നമ്മൾ ഹൈപ്പർ ആക്റ്റീവായി പോകും. കണ്ടിട്ടില്ലേ ചില ആളുകളൊക്കെ റോഡിൽ കിടന്ന് അങ്ങനെ വിളിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി അത് ചെയ്ത് ഇത് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ റോഡിൽ ഒരാളുണ്ട്, സിത്തനെ പോലെയാണ്, എന്നും ഇതേ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ വരച്ച് ഭയങ്കര കാളമൊക്കെ വരച്ച് അതിനകത്ത് ചിത്രമൊക്കെ വരച്ച് ഇങ്ങനെ ഭയങ്കര യന്ത്രമൊക്കെ വരച്ച് റോഡിലൊക്കെ വരച്ച് ചെവിലൊക്കെ വരച്ച് ഇങ്ങനെ എനിക്ക് ചിലപ്പോൾ ഭയങ്കര രാത്രിയാകുമ്പോൾ ഭയങ്കര വെളിയും വെള്ളമൊക്കെ കേൾക്കാം. ഹൈലി ഹൈപ്പറാണ് അങ്ങനെ, ഭയങ്കര ആക്റ്റീവായി നിൽക്കും ചില നേരങ്ങളിൽ, അല്ലെങ്കിൽ മൗനിയായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് ഈ വൈറ്റൽ ലെവലിൽ വൈബ്രൻ്റായിട്ട് ആക്റ്റീവായി റെസ്റ്റ്ലെസ്സായി അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ കണ്ടീഷനിൽ ഇതിനെ സ്വിച്ച് ഓവർ ചെയ്ത് അപ്പുറത്തോട്ട് വെച്ച് കൊടുക്കണം. മെൻ്റൽ ചാനൽ നിന്ന് ട്രിഗർ ചെയ്യുമ്പോൾ ഇതിനിടയ്ക്കൊരു സമയത്ത് 2 ചാനലും ഈവനായിട്ട് ഓൺ ചെയ്യും. ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് മാറുന്നതിന് മുമ്പേ 2 ചാനലും ഈവനായി ഓപ്പൺ ചെയ്തിട്ട് ആണ് അടുത്തതിലേക്ക് മാറുന്നത്. ആ ഈവൻ ടൈം ശകല നേരം കിട്ടും, 4 മിനിറ്റ്. ഈ 4 മിനിറ്റാണ് നമ്മുടെ സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. അവിടെ അലേർട്ട്നെസ് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് സെറ്റിൽ ചെയ്തു പോകും. സാധാരണഗതിക്ക് അതിലോട്ട് കയറി നിൽക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ, ആരും പറഞ്ഞു തന്നിട്ടില്ല, നമുക്ക് എങ്ങനെ നിൽക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇത് പെട്ടെന്ന് മാറി അപ്പുറത്തോട്ട് പോകും, ഇടയ്ക്കുള്ള ടൈം നമ്മൾ കാണത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെൽപ്പിംഗ് ടൂൾസ് എന്ന് പറയാം. അപ്പോൾ ചൂടുവെള്ളം എടുത്ത് കുടിക്കുക, ചുറ്റിയിലെടുത്ത് കഷത്തി വയ്ക്കുക, ഇത്ര ഒക്കെ ചെയ്ത് പിന്നെ അതിൽ നിന്നില്ലെങ്കിൽ കാലിൽ ഒരു ചൂടുവെള്ളം ഒഴിക്കുക, കാല് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, ഇത്രയൊക്കെ ചെയ്യാം. പിന്നെ അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രിക്കോഷണറിയാണ്. എന്താണ് പറയുന്നല്ലോ നമ്മൾ പറയുക കോൺട്രാ ഇൻഡിക്കേഷൻസ് എങ്ങനെ ഡീൽ ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഈ സന്ദർഭത്തിലാണ് നമ്മൾ നോക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബോഡിയിൽ ഒരുപാട് സൈക്കിക് സെൻറ്റേഴ്സുണ്ട്, സബ്സിഡിയറി സെൻറ്റർ. ഈ മെയിൻ ചക്രയാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഈ മെയിൻ ചക്രയ്ക്ക് പുറത്ത് സബ്സിഡിയറി സെൻറ്റേഴ്സ് ഇഷ്ടംപോലെ ബോഡിയിലുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഈ സബ്സിഡിയറി സെൻറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളവർക്ക് ഇതിനെ വെൻറ്റിലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ഇത് ഒരു പവർ ഹൗസിൽ നിന്ന് നമ്മൾ വേറൊരു സബ് സെൻറ്ററിൽ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റിയുടെ സബ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് അടുത്ത സ്റ്റേഷനിലോട്ട് പോയി ലോക്കൽ കൺട്രോളിലേക്ക് വന്ന് അവിടെ നിന്ന് വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കുന്നല്ലോ. ഇങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ മെയിൻ സെൻറ്റേഴ്സിൽ ഭയങ്കരമായിട്ട് ഹീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് കയറുന്നു വരുന്ന സമയത്ത് ഈ സബ്സിഡിയറി സെൻറ്റേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് വയ്ക്കണം, ഡോറൊക്കെ തുറന്ന് നിന്നാൽ.
അത് മണിപൂര ചക്രത്തിൻ്റെ, ഞാനത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മണിപൂര ചക്രത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് വ്യക്തമായി ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ട്രയാങ്കിൾ അല്ല അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഓരോ സ്ഥലത്തും ഭൂപുരം ഉണ്ട്, ടീ പോലെ ഒരു ഉണ്ട്. ഇത് ഭൂപുരമാണ്, ഇത് വെൻറ്റിലേറ്റിംഗ് പ്ലേസസാണ്, അത് റിമൈൻഡ് ചെയ്യുകയാണ്. മണിപ്പൂര ചക്രം എന്ന് പറയുന്നത് എപ്പോഴും വെൻറ്റിലേറ്റഡായി ഇരിക്കേണ്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ പെട്ടെന്ന് വെൻറ്റിലേറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അവിടെ സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയം നമുക്ക് പ്രാക്ടീസിന് നല്ലതല്ല, ചെയ്യാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. അത് എസ്പെഷ്യലി ഫയർ എലമെൻറ്റ് ഓണായിരിക്കുന്ന സമയത്താണെങ്കിൽ അതിൽ കയറരുത്. ഒരു അപകടവും ഇല്ലാത്ത ഇത് ഈ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, ഈ ക്ലാരിറ്റിയാണ് നമ്മുടെ ലൈഫ് സപ്പോർട്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കുണ്ടലിനി യോഗമൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല, ഇത് അപകടമൊന്നും ഉണ്ടാക്കത്തില്ല. നമുക്ക് അറിഞ്ഞുകൂടാതിരുന്നു വല്ലതും ചെയ്താലുള്ള ചെറിയ പ്രോബ്ലംസ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകത്തില്ല അതിനകത്ത്. ഇതൊക്കെ ഈ സപ്പോർട്ടൊക്കെ കയ്യിലിരിക്കുകയല്ലേ. പിന്നെ ഒരു ഭാഗ്യത്തിന് ഈ സപ്പോർട്ട് സമയത്തിന് മറന്നു പോകും, അതാണ് കുഴപ്പം. സപ്പോർട്ടെല്ലാം ഉണ്ട്, പക്ഷേ ഈ സാധനം ഓർമ്മയിൽ വരുന്നില്ല. മറ്റേ അയാൾക്ക് വരം കിട്ടിയതുപോലെ ഓർക്കില്ല സമയത്തിന്. അപ്പോൾ അതാണ് ഈ ഈ ഈ മണിപ്പൂർ എല്ലാ ചക്രത്തിനും ഉണ്ടിത്. വരുന്ന ഏറിയാസിൽ ഈ മണിപ്പൂർ ചക്രം വളരെ സ്ട്രോങ് ഒരു ഏറിയാണ്, പക്ഷേ അത് ഈ ഫയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഫയർ എലമെൻ്റ് ഓണായിരിക്കുന്ന ടൈമിൽ മണിപ്പൂര ചക്രത്തിൻ്റെ ഒരു പ്രാക്ടീസും ചെയ്യണം. അടിവരായിട്ട് ഓർത്ത് വെച്ചോളാം. മണിപ്പൂര ചക്രത്തിൻ്റെ കുറേ പ്രാക്ടീസൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ചുമ്മാരുന്ന് മന്ത്രമൊക്കെ ജപിക്കുമല്ലോ. അപ്പോൾ അത് വെറുതെ പണം വയ്യാവേലിയെടുത്ത് നമ്മൾ തലയ്ക്ക് വയ്ക്കണ്ടെന്ന് പറഞ്ഞതുപോലെ മണിപ്പൂര ചക്രം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നതോ അപ്പോഴായിരിക്കും. അതല്ലേ പ്രശ്നം. ഈ മണിപൂര ചക്രം ഫയർ ആക്റ്റീവായിരിക്കും, മണിപൂര ചക്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ തോന്നിക്കുകയും ചെയ്യും. പക്ഷേ ആ സമയത്ത് മണിപൂര ചക്രത്തിൻ്റെ ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിലല്ല, നമ്മൾ ഒരു ഫിസിക്കൽ കണ്ടീഷനിലല്ല നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്താൽ. അത് ഓർത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡിക്കേഷൻസൊക്കെ വരും. പടപടാന്ന് ഹാർട്ട് അടിക്കാൻ തുടങ്ങും, ആദ്യം മെഡുലൊക്കെ പഴുക്കാൻ തുടങ്ങും, കണ്ണൊക്കെ മുകളിലോട്ട് ചുരും, ചെവിയൊക്കെ ചൂടാവും, ശ്വാസമൊക്കെ മാറും, പിന്നെ പടപടാന്ന് അടിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നിർത്തിക്കളാണ്. അപ്പോഴത്തേക്കും നിർത്തിയിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കണം. ഇതുപോലെ അൺഈസിനെസ് വരികയാണെങ്കിൽ ഉടനെ ചെറിയ അരണ്ട ചൂട്, ബോഡി ടെമ്പറേച്ചറിനേക്കാളും കൂടിയ വെള്ളത്തിൽ പോയിട്ട് കുളിക്കണം. അപ്പോൾ ഇത് ഫയർ ആക്റ്റീവായിരിക്കുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല, അതാണ് പ്രശ്നം. നമുക്ക് ഇത് ആക്റ്റീവായി നിൽക്കുമ്പോഴത്തേക്കും കുളിക്കാൻ പറഞ്ഞ് പിടിച്ചോണ്ട് പോയാൽ ആ പിടിച്ചോണ്ട് പോകണേ തള്ളിയെടുത്ത് കുളത്തിയിട്ടിട്ട് ഇപ്പോൾ ഓടിക്കളയും. എടുക്കാൻ ഒക്കത്തില്ല ആ സമയത്ത്. വെള്ളം കണ്ടാൽ വെപ്രാളം വരുന്ന ഒരു അവസ്ഥയാണ് ഇത് ആണായിരുന്ന. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തെ നമ്മൾ എന്തൊക്കെ രീതിയിൽ ഇറക്കാമെന്ന് വിചാരിച്ചാലും എനിക്കത് സമ്മതിക്കത്തില്ല. വെള്ളം കുടിക്കാൻ കൊടുത്താൽ തട്ടിക്കളയും, കുടിക്കത്തില്ല. അങ്ങനെ അതൊരു കർമ്മം പോലെ അത് ഇങ്ങനെ വർക്ക് ചെയ്യും. എന്തോ ഒരു കാര്യമുണ്ട് കുറച്ച് നേരം കൊണ്ട് ഇത് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ആ കണ്ടീഷനിൽ വരികയാണെങ്കിൽ സാധാരണഗതിക്ക് എല്ലാവരും വെപ്രാളപ്പെട്ട് പിടിച്ച് അവിടെ കൊണ്ടുപോകില്ലേ. അവിടെ കൊണ്ടുപോകുമ്പോൾ എളുപ്പമുള്ള പരിപാടി, ഒറ്റ ഇഞ്ചക്ഷൻ, പിന്നെ 3 ദിവസത്തേക്ക് അനങ്ങില്ല, സുഖമായിട്ട് അവിടെ കിടക്കും. ഇങ്ങനെ അതൊക്കെ ഇല്ല. ഈ വഴിയിൽ ആ സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് സെഡേറ്റ് ചെയ്യാനൊന്നും ഈ സമയത്ത് നമ്മൾ മുതിരുകയെ ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെ പറയുന്ന കേട്ടാൽ നാളെ നിങ്ങൾക്കെല്ലാം ഇത് വരുമെന്നാണ്. അങ്ങനെയല്ല, ഇത് ഞാനതിൻ്റെ കാഷൻ നേരത്തെ പറയുന്നതേയുള്ളൂ. ഇത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ചൂടുവെള്ളം കുടിക്കുക, ചുറ്റിലെടുത്ത് വിഷത്തി വയ്ക്കുക, പിന്നെ ഇതെല്ലാം ഒരു വിധം. പിന്നെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ടല്ലോ, ഹാർട്ടിന് പ്രശ്നമുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ. അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിനകത്തൊക്കെ ഇൻറ്റേർണൽ ഹെമറേജൊക്കെ ഉള്ള ആളുകളാണ്, നമ്മൾ അറിയില്ല എന്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നോക്കണം. കണ്ണൊക്കെ നോക്കിയാൽ മനസ്സിലാവും എവിടെയാണ് നിൽക്കുന്നത് ഇയാൾ. കണ്ണിൻ്റെ ഒരു നോർമൽ പൊസിഷൻ ഉണ്ടല്ലോ. വിശക്കുമ്പോൾ കണ്ണ് മറിയില്ലേ. വിശക്കുന്ന ഒരാളിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രധാന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അയാൾ കണ്ണിൽ നോക്കിയാൽ അറിയാം. കണ്ണിങ്ങനെ വിശന്നിട്ട് കണ്ണ് മുകളിലോട്ട് ഇങ്ങനെ മറിയും. പതുക്കെ കുറച്ച് നോർമൽ പൊസിഷനിൽ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് ശകലം മുകളിലോട്ട് പോകും. പക്ഷേ ഫയർ കയറുമ്പോഴത്തേക്ക് ഇതങ്ങ് മുകളിലോട്ട് പോകും, മറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആളുകളെ കണ്ടാൽ നമുക്കറിയാം കണ്ണ് കുറച്ച് ഇങ്ങനെ, കണ്ണ് പിന്നെ ചിമ്മത്തൊന്നുമില്ല. നമുക്കിപ്പോൾ സാധാരണ ഇങ്ങനെ കൂർമ്മ പ്രാണൻ എന്ന് പറഞ്ഞൊരു പ്രാണനുണ്ട്, അത് കണ്ണിനിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ അതൊന്നും നടക്കില്ല. കണ്ണങ്ങ് സ്റ്റെയർ ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കും, നോക്കിയാൽ നോട്ടം തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ലക്ഷണങ്ങളുണ്ട്. അത് നമ്മൾ ബൈ പ്രാക്ടീസ് നമ്മുടെ ലൈഫ് കൊണ്ട് നമുക്കത് മനസ്സിലാക്കിയതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇപ്പം എപ്പോഴെങ്കിലും നമ്മൾ ഈ ആളുകളുടെ അടുത്ത് കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ആദ്യം ഇത്രയും കാര്യം പറഞ്ഞ് അവരെ ധരിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ആ വഴിക്ക് അങ്ങ് പൊയ്ക്കോളും. ഇനി ഈ ഉപദ്രവത്തിൽ അവർ കയറത്തില്ല, നമുക്ക് സമാനമായിട്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് പേടിപ്പിക്കുകയല്ല, ഇത് സത്യമാണ്. പക്ഷേ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിനകത്ത് ഇറങ്ങുന്നത്, ഈ ക്രൈസിസിനകത്ത് ഇറങ്ങി കയറി വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ എല്ലാവരും പറയണത് കുണ്ടലിനി പാനിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. അയ്യോ കുണ്ടലിനും ചെയ്തത് ആളുകൾ പറയാണ്. നമ്മൾ 10-40 വർഷമായിട്ട് കുണ്ടലിനി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ പറയും കുണ്ടലില്ല, അയ്യോ കുണ്ടലിന് ചെയ്ത് ഈവൻ നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ? അല്ല ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ പ്രിക്കോഷൻസാണ്.